ഇത് നല്ല ഭ്രാന്തന. ഞാനങ്ങോട്ട് മാറിയില്ല. എന്താണ് ഒരു അടി വെച്ച് ആര് എടാകത്ത് പോയോ? ഉറക്കങ്ങളൊന്നും ഇല്ലേ? പറയും മാറ്റടേ വേഗം, ചെവണ മാറ്റ്. അല്ലേ അങ്ങോട്ടറ എന്റെ തന്നെ മാറ്റിടേ വേഗം, തല പറയാതെ മാറ്റ്. നീ എത്ര ദൂരം പോയാലാണ് അവിടെ തലക്കെത്തണം. നിങ്ങളൊന്ന് പറഞ്ഞാൽ മനസ്സിലാവേ ഇല്ല. നോക്കിയിരിക്കാതെ പോയാ അവൻ പിന്നെ നോക്കി വണ്ടി കയറാനുള്ളതിന് നേരത്തെ പോയാലല്ലേ കാര്യം ഒന്ന് ഉറങ്ങിയിട്ട്. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇത് മനോരോഗ ആശുപത്രി നിന്നാണ്. ഇവിടുന്ന് ഒരു രോഗി ചാടിപ്പോയിട്ടുണ്ട്. ആളൽപ്പം അപകടകാരിയാണ്. സെല്ലിന്ന് വാർഡിലേക്ക് ഇന്നലെ മാറ്റിയതേ ഉള്ളൂ. ശരി, ഞങ്ങളിതാ വരുന്നു. ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് വയ്ക്കൂ. താങ്ക് യു സർ.
എനിക്ക് എന്തോ ഒരു ശബ്ദം കേൾക്കണു. അയ്യോ മോനെ, അയ്യോ, മോനെ. എത്ര പട്ടികളാ! എന്നും ചങ്ങല പൊട്ടിച്ചു വന്ന ദൈവമേ, സാറുണ്ടായാൽ മതിയായിരുന്നു. സാർ, ആരാ അത്? ഞാനാ. ഞാനെന്ന് പറഞ്ഞാൽ തനിക്ക് അർദ്ധരാത്രിയിൽ ഇവിടെ എന്ത് കാര്യം? സാർ, കുടിക്കാൻ അല്പം വെള്ളം വേണമായിരുന്നു. മോളെ, കുറച്ച് വെള്ളം കൊണ്ടു കൊടുക്കൂ. ഞാൻ സാറിനെ കാണാൻ വേണ്ടി വളരെ സാഹസപ്പെട്ടാണ് ഇവിടെ എത്തിയത് സാർ. എന്നെ കാണാനോ? എന്തിനാ? മതിൽ ചാടി കിടന്നാണോ എന്നെ കാണാൻ വരുന്നത്? ക്ഷമിക്കണം സാർ. സാർ എന്നോട് ഇന്ന് അല്പം ദയ കാണിക്കണം. എനിക്ക് സാറിനോട് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് സാർ കാണിക്കണം. പ്ലീസ് സാർ. എടോ, തനിക്കെന്താ വട്ടുണ്ടോ? എടോ, ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. തന്നെ എന്റെ വീട്ടിൽ കയറ്റിയാൽ താൻ എന്നെയും കൊന്ന് എന്റെ വീട്ടിലുള്ളതെല്ലാം എടുത്തോണ്ട് പോവില്ലെന്ന് ആരറിഞ്ഞു? ആ, കയറി വരൂ. ഇങ്ങോട്ടിരിക്കും. കുടിക്കും. എന്താ പേര്? എൻ്റെ പേര് മോഹൻ. ഞാനിപ്പോ മനോരോഗാശുപത്രിയിൽ നിന്ന് ചാടിയ ഒന്നേ. ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കണം സാർ. ഇത് സാറിനെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്. എന്താ ഇത്? ഇതെന്റെ സൃഷ്ടികളാണ് സാർ. ഞാൻ എഴുതി കൂട്ടിയ കഥകളിൽ ചിലത്. എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ അമ്മയോ പെങ്ങളോ ചായ ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് മുമ്പ് സേഫായിട്ട് ഒരിടത്ത് എത്തിക്കണമെന്ന് കരുതി. അതുകൊണ്ടാണ് സാർ ഞാൻ പ്രാന്താശുപത്രിയിൽ നിന്ന് ചാടി വന്നത്. സാർ, ഇരിക്കും. എല്ലാം ഞാൻ വിശദമായി പറയാം സാർ. ഇത് കഥയല്ല, ഒരു കഥാകാരന്റെ ജീവിതത്തിലെ ചില പ്രധാനവും എന്നാൽ ശപിക്കപ്പെട്ടതുമായ നിമിഷങ്ങൾ. എനിക്കാകെയുള്ളത് എപ്പോഴും എന്നെ ശകാരിക്കുന്ന അമ്മ. സ്നേഹവും ആത്മാർത്ഥയും കൂടിയത് കൊണ്ടാവാം. പിന്നെ പഠിക്കാനോ എന്തെങ്കിലും വായിക്കാനോ താല്പര്യമില്ലാത്ത ഒരു വിഡ്ഢിയായ സഹോദരിയുമാണ്. എൻ്റെ അച്ഛനൊരു മനോരോഗിയായിരുന്നു. ഒരു ആക്സിഡന്റിൽ നേരത്തെ മരിച്ചുപോയി. അച്ഛൻ സർക്കാർ പണിയിലിരുന്ന് മരിച്ചതുകൊണ്ട് അമ്മയ്ക്ക് കിട്ടുന്ന നിസ്സാര തുകയാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആകെ വരുമാനം. ഒരു മകന്റെയും സഹോദരന്റെയും സ്ഥാനത്ത് നിന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കണ്ടില്ലെന്നടിച്ചത് സത്യമായിരുന്നു.
എനിക്കെപ്പോഴും സാഹിത്യത്തോടായിരുന്നു താല്പര്യം. എന്റെ സാഹിത്യവാസന മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ എന്റെ അമ്മയ്ക്കോ സഹോദരിക്കോ കഴിഞ്ഞിരുന്നില്ല. ഒരിക്കൽ എന്റെ ഒരു കഥ അനുജത്തിക്ക് ഞാൻ വായിക്കാൻ കൊടുത്തു. അവളത് വായിക്കാൻ ബുദ്ധിമുട്ടെന്ന് കണ്ട് ഞാനത് മടക്കി വാങ്ങി. ആരെങ്കിലും എന്റെ സൃഷ്ടികളെ മനസ്സിലാക്കാതെ എന്നെ വിമർശിക്കുകയോ നിഷേധിക്കുകയോ ചെയ്താലുള്ള വേദന എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിഞ്ഞിരുന്നില്ല. എങ്കിലും എഴുതി ആത്മസംതൃപ്തിക്ക് വേണ്ടി. അച്ഛന്റെ സുഖം എനിക്കുമുണ്ടോ എന്ന് അമ്മ എപ്പോഴും സംശയിച്ചിരുന്നു. ഒരു ദിവസം അയ്യോ, നോക്കുമോളെ. അയ്യോ എന്താടി അവിടെ? എന്താണത്? അയ്യോ, അയ്യോ കേട്ടൊന്നുമില്ല. എന്താ എന്റെ മോനെ, നിനക്ക് എന്ത് പറ്റിയതാ? നശിച്ച വീട് ചത്താ മതിയാവും. ചേച്ചി ചേച്ചി വാ. ചേച്ചി ചേച്ചിക്ക് അറിയാതിരിക്കോ? അവര് അവന്റെ അച്ഛന്റെ ദീനത്തിന്റെ ലക്ഷണം കാണിക്കുന്നോണോ ഭഗവാനെ? അമ്മേ നിങ്ങൾ അറിഞ്ഞോ? എന്താടി പറയാങ്ങോട്ട്? ഹാ, നീ കറി ഒഴിക്ക്. ആ രത്നാകന്റെ മോനുണ്ടല്ലോ മോഹനൻ, അവനും അവന്റെ അച്ഛനെ പോലെ തലയ്ക്ക് അസുഖമാണെന്ന്. ആണോ? കഷ്ടം. എൻ്റെ കൂടെ അവൻ പഠിച്ചത്. അന്നേ അവന് തീരെ മിണ്ടാട്ടമില്ല. ആ, എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയോ? ഏയ്, ആര് കൊണ്ടുപോവാൻ? ആ തള്ളയും മോളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് കരയുന്നു. പാവം, അവരെന്ത് ചെയ്യാൻ? കൂടുതൽ ആരോടും ഇടപെടാത്ത സ്വഭാവമാണ് അവൻ്റേത്. എന്നാലും പാവമാ. പക്ഷേ അവൻ്റെ വിധി. സാരമില്ല, തുടക്കത്തിലെ ചികിത്സിച്ചാൽ മാറാവുന്നേ ഉള്ളൂ. ആ മോന്റെ കാര്യമല്ലേ, അവൻ പോട്ടെ. ഞാനും കൂടിയല്ലേ. ഇതാ ഞാൻ പറഞ്ഞ ആള്, മറ്റേ ലോസ് ലോസ്. എന്താടാ എല്ലാരും എന്നെ തന്നെ നോക്കണേ? എനിക്ക് വട്ടാണെന്ന് വിചാരിച്ചായിരിക്കും അല്ലേ? വട്ട എനിക്കല്ലടാ. ഞാൻ നിന്റെയൊക്കെ എവിടെ ചെന്നാണല്ലോ ദുഷ്ടന്മാര്. നീയൊക്കെ എന്താ അമ്മയ്ക്ക് തലവേദന, ചായ തിളപ്പിക്കാനാ. നിന്റെ
ഇങ്ങനെയാണ് സാർ ഞാൻ മനോരോഗ ആശുപത്രിയിലെത്തിയത്. നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് മനോരോഗമുണ്ട്. നിങ്ങൾ അനാവശ്യമായി ദേഷ്യപ്പെടുന്നതും ബഹളമുണ്ടാക്കുന്നതും ഒരുതരം മനോരോഗമാണ്. സൈക്യാട്രിസ്റ്റിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഓരോ മനുഷ്യനും ഓരോ മനോരോഗിയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് മനോരോഗമില്ല സർ. എന്റെ സാഹിത്യ സൃഷ്ടികൾ വായിച്ച ശേഷം കൊള്ളാവുന്നത് സാറിന്റെ വാരികയിൽ പ്രസിദ്ധീകരിക്കണം. എൻ്റെ വാരികയ്ക്ക് വേണ്ട സാഹിത്യകൃതികൾക്ക് അതിൻ്റേതായ ഒരു നിലവാരമുണ്ട്. അതിൽ നിന്നും തെല്ലും താഴേക്ക് വരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. സാഹിത്യകൃതികളെക്കുറിച്ചുള്ള തീരുമാനമെടുക്കുന്നത് എൻ്റെ മകളാണ്. അവൾ വായിക്കട്ടെ, എന്നിട്ട് തീരുമാനം അറിയിക്കാം. അത് മതി സർ. വെരി താങ്ക്സ്. ഇനി ഇന്നത്തെ അടുത്ത പരിപാടി എന്താ? ഇന്നെനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല സാർ. ഇന്ന് രാത്രി കിടക്കാൻ ഒരിടം തരണം. ഓ, ഞാൻ രാവിലെ എഴുന്നിട്ട് പൊക്കോളാം സാർ. ഗോവിന്ദ, എടാ ഗോവിന്ദ. എന്താ സാർ? ഓഹോ, അപ്പൊ ഇവിടെ നടന്നോന്ന് നീ അറിഞ്ഞില്ലേ? ഇല്ല. എങ്ങനെ അറിയും? ഇങ്ങനെ ഉള്ളവനെ തന്നെ ഇവിടെ മാച്ചറാക്കണം. നിന്നെ തന്നെ വല്ലവന് പിടിച്ചോണ്ട് പോയാലും നീ അറിയില്ല. ആ, ഇവനെ കൂടെ നീ നിന്റെ മുറി കടത്തിക്കോ. കിടത്തിക്കോളാം സാർ. ആ, ചെല്ല്. താങ്ക് യു സാർ. ബാ. ആ പരമ്പെടുത്ത് ഇവിടെ വിരിച്ച് കിടന്നോ. ഓ, നീ തലയെടുപ്പ് പാർട്ടിയൊന്നും അല്ലല്ലോ. ഏ? ആ, തലയുണ്ടെങ്കിൽ രാവിലെ കാണാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. അല്ല, മോള് ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല അച്ഛാ, വാക്കുകൾക്ക് മനുഷ്യ മനസ്സിനെ ഇത്രയേറെ സ്വാധീനിക്കാൻ കഴിയുന്ന എനിക്ക് ഇന്നാണ് അനുഭവത്തിലൂടെ മനസ്സിലായത്. മനസ്സിനെ അത് ലോലമമിതം തട്ടി ഉണർത്തുന്നു. അത്രയ്ക്ക് മഹത്തരമോ ഈ കഥകൾ? അതെ അച്ഛാ, എന്തൊരു ശൈലി, എന്തൊരു ഉൾക്കാഴ്ച. ഇയാൾ നിസാറിനല്ല, ഈസ് എ റിയൽ ജീനിയസ്. ഇയാൾക്ക് നല്ല ഭാവിയുണ്ട്. ആ, അതിരിക്കട്ടെ. മോള് കിടന്ന് ഉറങ്ങാൻ നോക്ക്.
മോനെ ഒന്ന് നിക്കണേ. ഇതാ സഞ്ജയ്. നടക്ക് നടക്ക്. നിൽക്കൂ. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് സാറിനെ വന്ന് കാണാൻ കരുതി. ഇയാൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മനോരോഗമൊന്നുമില്ല. സോറി സർ. എങ്കിലും ഡ്യൂട്ടി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ഡ്യൂട്ടി നടക്കട്ടെ. താങ്ക് യു സർ. ജീപ്പിൽ കേട്ട്. ആ, താൻ എഴുതിയ കഥകളെല്ലാം എന്റെ മകൾ വായിച്ചു തീർത്തുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ കഥകൾ എന്നെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു. ചില കഥാപാത്രങ്ങൾ ഞാൻ തന്നെയാണോ എന്ന് സംശയിച്ചു. ചില കഥാപാത്രങ്ങളിലൂടെ താങ്കളെന്നെ മനസ്സിലാക്കി. നിങ്ങളിപ്പോൾ ധൈര്യമായി പോയിക്കൊള്ളൂ. നിങ്ങളുടെ കഥകൾ ഞങ്ങളുടെ വാരികയിൽ പ്രസിദ്ധീകരിക്കും. ആശുപത്രിയിൽ നിന്ന് നിങ്ങളെ ഇറക്കാൻ വരിക ആരാധകരും അംഗീകാരങ്ങളുമായിരിക്കും. ധൈര്യമായി പോകും. നിനക്ക് വിജയം നിശ്ചയം. എന്റെ മകളുടെ വാക്കുകൾ ഇന്ന് വരെ പഴിച്ചിട്ടില്ല. ഞാൻ സ്വപ്ന സാഫല്യം നേടി ലംബോദര സാറിലൂടെ. നന്ദി സാർ, 100,000 നന്ദി. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. വരട്ടെ.